നമസ്കാരം, ഞാൻ രാജു, പുനർജനി അഗ്രോ വാർഡ് മാറൂത്ത് കാഞ്ഞങ്ങാട് സൗത്ത്. അപ്പോൾ ഞാനിന്ന് ഒരു 7 വർഷം പ്രായമായിട്ടുള്ളൊരു മാംഗോഷൻ തൈ നടാൻ പോവുകയാണ്. അല്ലേ, നമ്മൾ ഈ മാംഗോഷൻ നടുമ്പോൾ എപ്പോഴും ചെറിയ തൈ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് കായ്ക്കണമെങ്കിൽ ഒരു 8 വർഷം വേണ്ടി വരും. ചില സ്ഥലത്തൊക്കെ 6 വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ തൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയം വെറുതെ പോകും. അതാണ് കുറേ വർഷം പാഴാവും. അപ്പോൾ കഴിയുന്നതും കുറച്ച് വലിയ തൈ വാങ്ങിച്ച് നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു വലിയ കുഴി, ഇത് ഏകദേശം 1 മീറ്റർ കുഴി വേണം ഇതിന്. ഇതിൻ്റെ അടി പാറയാണ്, നമ്മൾ ഈ ഭൂമിയുടെ അടി പാറയായതുകൊണ്ട് ഞാനൊരു 1/2 മീറ്റർ ആഴത്തിൽ കുഴി കുഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ലേശം കുമ്മായപ്പൊടി അടിയിടാമെന്ന് വിചാരിക്കുന്നത്. ശരിക്കും കുമ്മായപ്പൊടി ഇടേണ്ടത് ഇങ്ങനെയല്ല. നമ്മൾ കുഴി കുഴിച്ചിട്ട് ഒരു ശേഷം കുമ്മായപ്പൊടി ഇട്ട് ഒരു 10 ദിവസമെങ്കിലും വെക്കണം ശരിക്ക്. പക്ഷേ ഞാനിത് കുഴി എടുക്കുമ്പോൾ ഇത് ചെതളിൻ്റെ ചെറിയൊരു സംഭവം കണ്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും അടിയിൽ ലേശം കുമ്മായപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് കുമ്മായപ്പൊടി ഇട്ടാൽ നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ തൈ നടുകയും മറ്റു വളങ്ങൾ ചേർക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെയാണ് ശരിക്കും വെക്കേണ്ടത്. ഇതിനെ ഞാനൊന്ന് മണ്ണായിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് മിക്സാക്കുകയാണ്. യഥാർത്ഥത്തിൽ ചെതലിനല്ല, ശരിക്കും കുമ്മായപ്പൊടി മണ്ണിൻ്റെ അസിഡിറ്റി കളയാൻ വേണ്ടിയിട്ടാണ്. മണ്ണിൽ ഉണ്ടാകുന്ന അസിഡിറ്റി, പുളിപ്പ് പോകും. മണ്ണിലുള്ള മൂലകങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ ഈ കുമ്മായപ്പൊടി ഇടുന്നത് നല്ലതാണ്. ലേശം നമ്മൾ ആ മേൽമണ്ണ് ലേശം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. നേരിട്ട് കുമ്മായപ്പൊടിയിലേക്ക് ഇങ്ങനെ വെക്കുന്നില്ല. ലേശം മേൽമണ്ണ്. അത് മണ്ണ് നല്ല മണ്ണാണ്, നല്ല കറുത്ത മണ്ണാണ്. പക്ഷേ ഇതിൻ്റെ അടി പാറയാണ്. അപ്പോൾ കൂടുതൽ ആഴത്തിൽ കുഴിച്ചിട്ട് കാര്യമില്ല. വേണമെങ്കിൽ രണ്ടാമത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മിക്കവാറും ഇത് അടുത്ത വർഷം കായ്ക്കേണ്ട തരത്തിലുള്ള ഒരു തൈയാണിത്. അപ്പം നമ്മൾ നടുമ്പോൾ നേരെ നട്ടു കൊടുക്കണം. വളഞ്ഞ് തിരിഞ്ഞാലത് അത്ര ഭംഗിയല്ല. ഇപ്പം കുറച്ച് മണ്ണിട്ടതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി മാത്രം ഞാൻ തൽക്കാലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക് ഇത്യാദി വളങ്ങളാണ് ഇതിന് ചേർക്കേണ്ടത്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടെ മണ്ണ് ഇട്ട് കൊടുക്കാം. ഒന്ന് നേരെയാക്കി ഒന്ന് ചുവടൊന്ന് ചവിട്ടി ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും. നിമിഷം നിരയായും തോന്നുന്നു. പിന്നെ തൽക്കാലം ഒരു കൂട്ട ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മാംഗോസിന് ബഡ് തൈ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ബഡ് തൈ അത്ര ഗുണം പോരാ എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ബഡ് തൈ ആകുമ്പോൾ ചിലപ്പോൾ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ കായപിടുത്തം കുറവാണ്. പക്ഷേ സീഡ്ലിംഗ് ആകുമ്പം ആ ഒരു പ്രശ്നം വരുന്നില്ല. വലിയ തൈ വാങ്ങുമ്പോൾ അതിനായിട്ടുള്ള റേറ്റും ഉണ്ട്. ചെറിയതാകുമ്പോൾ ചെറിയ റേറ്റ് കിട്ടും. ഇതിന് വലിയ വെയിൽ വേണമെന്നില്ല. നോർമലി ഒരു 60% തണലായിരിക്കും നല്ലത്. ഇതിന് വളം ഇത് പോരാ. ശരിക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി വളം ചേർക്കാൻ എന്ന് വിചാരിക്കുന്നു. ഈ സൈഡൊക്കെ കളിച്ച് ഇതിൽ വെള്ളം നേരിട്ട്
നിൽക്കാത്ത രീതിയിലായിരിക്കണം ഇത് വെക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ അടി 1 മീറ്ററിന് ശേഷം പാറയാണെങ്കിലും മേൽമണ്ണ് നല്ല മണ്ണാണ്, നല്ല കറുത്ത മണ്ണാണ് മേൽമണ്ണ്. മതിയാവും. ഇങ്ങനെയാണ് മാംഗോസ്റ്റിൻ വെക്കേണ്ടത്. കണ്ടില്ലേ, ഇത്ര പണിയേ ഉള്ളൂ ഇതിന്. ഓക്കെ, നന്ദി, നമസ്കാരം.